ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതൊരു അങ്ങനെ എന്താ പറയുക, ഒരു സ്പെസിഫിക് വ്ളോഗൊന്നുമല്ല. ഇത് ജസ്റ്റ് എൻ്റെ ഒരു റാൻഡം ഒരു വീക്ക് ഇൻ മൈ ലൈഫ്. എൻ്റെ ഈ ഒരു വീക്കിൽ ചെറിയ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, കഴിക്കുന്ന ഫുഡ്, അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു വ്ളോഗ് ആക്കാമെന്ന് പറഞ്ഞു. ഒരു വീക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ ഇപ്പോൾ ഒരു മോർണിംഗ് ടു 10 കഴിഞ്ഞു. ഞാൻ എന്താ ഡാൻസ് ക്ലാസ്, സൺഡേ ആൻഡ് സാറ്റർഡേ ഡാൻസ് ക്ലാസ് ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ മാത്രമേ അതങ്ങോട്ടുകൂടി ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഇന്ന് ക്ലാസ് ഉണ്ട്. ഞാൻ ക്ലാസ്സിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി അയൽജേടൻ കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റാൻഡം ആയിട്ടുള്ള സ്റ്റഫ്സ് ചെയ്തിട്ട് ഒരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. അപ്പം തുടങ്ങാം. രാവിലെ 10:30 ബിരിയാണി കഴിക്കുന്നു ഒരു മനുഷ്യൻ. അങ്ങനെ സാധിക്കുന്നു. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഡാൻസ് ക്ലാസ്. ഞാനിങ്ങനെ ഡാൻസ് ക്ലാസ് ചെറിയ രീതിയിൽ റിനോവേറ്റ് ചെയ്തതിനെ പറ്റിയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 30-35 അടുപ്പിച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു ക്ലാസ്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭർത്താവ് അടുക്കളയിൽ മറ്റത് കൊഞ്ചെന്തിന് റോസ്റ്റ് ചെയ്യാൻ അന്ന് അളിയം വെച്ചതുപോലെ രീതി അത് കൊള്ളാം. വ്ളോഗ് എടുത്ത് ഉറങ്ങണ നന്ദനെയാണ്. ഇറങ്ങിയോ? ബീഫ് സൂപ്പ് സ്റ്റോക്ക് നമ്മൾ സൂപ്പായിട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ ലഞ്ച്. കൊഞ്ച് ഫ്രൈ, ബീഫ്, കപ്പ, തോരൻ, മുരിങ്ങയില തോരൻ. കർക്കിടകം കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയും മുരിങ്ങയിലെടുക്കാം. ദെൻ പുളിശ്ശേരി. ഞാൻ ആദ്യം കപ്പയും ബീഫും കുറച്ച് സവാള, അതിലും ചോറ് മാത്രം മതിയോ? അപ്പോൾ അടിപൊളി കപ്പ, ബീഫ്, ചോറ്. നമ്മളങ്ങനെ എനിക്ക് 2-3 ആവശ്യമായിട്ട് പുറത്ത് പോകണം. അപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങിക്കൊടുന്നപ്പോൾ ഒരു പ്രോപ്പർട്ടി മറ്റേ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം പൊന്നുമിനും കോണ്ടാക്ട് ചെയ്യാം. പൊന്നുവിന് ഇപ്പോൾ ഒരു പണി ഇല്ലാതിരിക്കുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിൽ ഇവർക്കൊക്കെ ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി വാഷ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ വണ്ടി വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കണം അല്ലേ. മറ്റേ നമുക്ക് കുളിക്കുന്ന ഒരു ഫീൽ കിട്ടും. നല്ല രസമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നത് ഇവിടെ പൂജപ്പുര മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. ഇതിൻ്റെ പേരെന്താ? റയാൻസ് കാർ വാഷ്. ഇവിടെ വരുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്തു തരും അല്ലേ. നീ എല്ലാ കാറും നമ്മളിവിടെ അല്ലേ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ കാർ വാഷ് ചെയ്യാൻ വന്നത്. ആക്ച്വലി ഇന്ന് നമ്മൾ ആം എന്ന് പറയുന്ന ARM എന്ന് പറയുന്ന ടൊവിനോയുടെ ഒരു മൂവിയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷന് വേണ്ടിയിട്ട്, ട്രെയിലർ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. അത് ആക്ച്വലി നമ്മൾ ഇവിടെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതെന്ന്. അപ്പം നമ്മൾ ഇന്ന് ടൊവിനെ കാണും ഗൈസ്. പറ. എനിക്കാണ് എക്സൈറ്റ്മെന്റ് ടൊവിനെ കാണുന്നതല്ല. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, മാരിയത്തിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പം ടൊവിനോ അങ്ങനെ അതിൽ ഉള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണുമായിരിക്കും. പഞ്ഞീന്ന് പോകാന്ന് എന്താ പറ്റിയ വിട്ടാ നിനക്ക്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ ആക്കും. അയ്യോ ഫുൾ കണ്ടോ. നമ്മൾ വേറെ ഒരു ഇഗ്ലൂലൊക്കെ ഇരിക്കുന്ന മതി.
മണാലി പോയതുപോലെ മണാലി. എൻ്റെ മാല കൊള്ളാവും, എൻ്റെ പുതിയ മാലയാണ്. ഭയങ്കര സിമ്പിളായിട്ട് കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മാല തപ്പി നടക്കുവാണ്. അപ്പം എനിക്ക് കറക്റ്റ് ഒരു സ്ഥലം കിട്ടി. കൊള്ളാവോ ബബ്ബ മാല? ബബ്ബ മേടിച്ച മാല. നാളെ ശ്രീകൃഷ്ണ ജയന്തി, അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉറിയടിയൊക്കെ നടക്കുന്നു ജംഗ്ഷൻ. ലുലു മോളിലെത്തി. ഇതാ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ അറിയാവുന്നതാണ്, പറഞ്ഞോളൂ എക്സ്പീരിയൻസ്. നമസ്കാരം ശുഭാൻഷ. എൻ്റെ സ്വന്തം നാട്ടില് ARMന്റെ പ്രൊമോഷന് പാർട്ടാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന അവൻ്റെ ആദ്യത്തെ മൂവിയാണ്. സോ ജിതിൻ ലാൽ, വിഷ് ഓൾ ദി ബെസ്റ്റ്. ട്രെയിലർ കണ്ടാലോ? ആർ യു റെഡി ട്രിവാൻഡ്രം? യെസ്. ഞാൻ നടന്നു വന്നപ്പോ ഇത് കത്തിയിട്ട് ഞാൻ പേടിച്ചില്ലല്ലോ. ബേസിലായിരുന്നു ഞാൻ പേടിച്ചത്. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇതിന്റെ ട്രെയിലർ ലോഞ്ച് ഇവിടെ വെച്ച് തന്നെ നടത്താൻ സാധിച്ചത് ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഹരി എന്റെ നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഹരി. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നെക്സ്റ്റ് മൺഡേ ആണ് കേട്ടോ. പക്ഷെ ഇന്ന് സ്കൂളൊന്നുമില്ല. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇന്നലത്തെ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ ഒരു സമയമായി. അപ്പം ഇന്ന് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല. വൈകിട്ട് അതുകൊണ്ട് അമ്പലത്തിൽ ഇപ്പോൾ. അപ്പോൾ ഇന്ന് രാവിലെ ഡാൻസ് ക്ലാസ് ഉണ്ട്. കുട്ടികൾ എത്തിയിട്ടില്ല. 10 മണിക്കാണ് ക്ലാസ്. അപ്പം ഞാൻ വിളക്കൊരുക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് എല്ലാവരും നല്ല ഒരുങ്ങിയൊക്കെ വരാൻ പറഞ്ഞു, ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ ക്ലാസ്സും എടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ക്ലാസ്സിലെത്തി. കൃഷ്ണൻ്റെ കിട്ടി ഗൈസ്. ഓടക്കുഴലും കൂടെ കാണിച്ചാ. ഇതെങ്ങനെ വെക്കുന്നേ? ഓടക്കുഴൽ എങ്ങനെ വെക്കുന്നേ? എങ്ങനെ പിടിക്കണത്? ഇത് ഇങ്ങനെ പിടിച്ചു. ഞാൻ ആക്ച്വലി ജസ്റ്റ് എല്ലാവരോടും ഒന്ന് ഒരുങ്ങി വരണം, ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞോളൂ. പാവം എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും നല്ല സുന്ദരി മണികളായിട്ട് ഒരുങ്ങി വന്നു. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. ക്ലാസ് കഴിഞ്ഞു. ഹായ് ഗായ്സ്, അങ്ങനെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. എന്നിട്ട് കിടന്നുറങ്ങി എണീറ്റ് അപ്പം അമ്മയ്ക്ക് വയ്യ. അപ്പം ഇന്ന് വിളക്ക് കത്തിക്കുന്ന ഡ്യൂട്ടി എനിക്കാണ്. അപ്പോൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കുളിച്ചു. അപ്പോൾ ഇന്ന് കോലിപ്പോക്കൊന്നും ഇനി നടക്കത്തില്ല. പിന്നെ മടിച്ചു. അടുത്ത ശ്രീകൃഷ്ണ ജയന്തിക്ക് കോലി പോകാമെന്ന് വിചാരിച്ചു. സോ ഞാൻ കുളിച്ചു. ഇനി വിളക്കെത്തിക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് വിളക്കെത്തിയെന്ന്. പാവ അച്ഛമ്മ പൂവൊക്കെ വെച്ചു. ഇനി എനിക്ക് ഇതിലൊക്കെ പൂവിടണം. സോ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാനും എൽജനും കൂടെ അമ്മയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. അമ്മയ്ക്ക് നല്ല ഫീവർ. ഞങ്ങൾ രാവിലെ നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങളിങ്ങനെ PRSലോട്ട് അമ്മയെ കൊണ്ടുപോവാണ്. സോ ഗായ്സ്, നിങ്ങൾ ലാസ്റ്റ് കണ്ടത് അമ്മേനെ കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന ആ ഒരു സീനായിരിക്കും. സോ ആ സീൻ കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ എൽജന് വയ്യാണ്ടായി. നെക്സ്റ്റ് ഡേ എനിക്ക് വയ്യാണ്ടായി. പിന്നെ അതൊരു സീരീസ് പോലെ കുറച്ച് ദിവസം ഇങ്ങനെ മാറി അസുഖങ്ങളും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പിന്നെ ഒരു വീക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ ഒരു വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ അതിനൊരു കൺക്ലൂഷൻ, ആ ഒരു 2 ദിവസത്തെ വീഡിയോ എങ്കിലും ഇടണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊരു കൺക്ലൂഷൻ തരണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സോ അങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്യാതിരിക്കുമായിരുന്നു കുറച്ച് ദിവസം. ഇപ്പം ബാക്ക് ടു നോർമലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പനിയും കാര്യങ്ങളും ഒക്കെ വരുന്നവർ ഭയങ്കരമായിട്ട് കെയർഫുള്ളായിട്ടിരിക്കുക. പുറത്ത് പോകുമ്പോൾ ഹോസ്പിറ്റൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ മാസ്ക് വയ്ക്കുക. വീട്ടിലാർക്കെങ്കിലും പനി വരുമ്പോൾ മാസ്ക് വയ്ക്കുക. കാരണം വൈറൽ ഫീവറിൻ്റെ ഒരു ടൈമാണിത്. നമ്മളെ പല രീതിയിലും ഹെൽത്ത് വൈസ് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഞങ്ങൾ ഫുള്ളി ഓക്കെ ആയോ എന്ന് ചോദിച്ചാൽ ഓക്കെ വരുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു ടയേർഡ്നെസ്സും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്യും. സോ ഒരിക്കൽ തുടങ്ങിയിട്ട് തീർക്കാൻ പറ്റാത്തൊരു എന്താ പറയുക, ഒരു വീക്ക് ഇൻ മൈ ലൈഫായിപ്പോയി എൻ്റെ ഒരു വീക്ക് ഇൻ മൈ ലൈഫ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.